ലൂക്കാ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ 41-42 വാക്യങ്ങളൊക്കെ ഇങ്ങനെ മർത്തായെ വിളിച്ചിട്ട് ഇങ്ങനെ ഈശോ പറയുന്നില്ലേ, നമ്മളോടൊക്കെ പറയുന്നതാണ്, നീ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് ആകുലപ്പെടേണ്ട, ഇങ്ങോട്ട് വാ, മറിയത്തെ പോലെ എൻ്റെ അടുത്ത് വന്നിരിക്കും. നമുക്ക് ആകുലപ്പെടണമല്ലേ? നമ്മുടെ പഠിത്തം, നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ ജോലി, എന്തോരം കാര്യങ്ങളാണ് രാവിലെ എഴുന്നേറ്റപ്പം മുതൽ നമ്മളെ ആകുലപ്പെടുത്തി. നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ പോലും അതിനേക്കാൾ അപ്പുറമായിട്ട്, സീരിയസ്നെസ്സിനേക്കാൾ അപ്പുറമായിട്ട് ഇതൊക്കെ നമുക്ക് ടെൻഷൻ കൊണ്ട് തന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ ചില സിറ്റുവേഷനായിട്ടൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? ഈശോയുടെ അടുത്തിരിക്കുക, നിന്നെ തേടി വരുന്ന ഈശോയുടെ അടുത്ത്, നിന്നെ അന്വേഷിച്ച് നിനക്കൊരു ഉത്തരവുമായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ഈശോയുടെ അടുത്ത് പോയിട്ട് ശാന്തമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഈ ബാധ ഒഴിയാനുള്ള ഏറ്റവും നല്ല കാര്യം. ഈ ടെൻഷൻ, ഈ കൺഫ്യൂഷൻ, ഈ 1000 ചിന്തകൾ തലക്കത്തോട് ഓടുന്നതൊക്കെ ഒരു സിംഗിൾ പോയിന്റിൽ ചെന്നെത്തണമെങ്കിൽ ആ സിംഗിൾ പോയിന്റ് ഈശോയാണ്. ഈശോയുടെ അടുത്തിരുന്നാലേ സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. കർത്താവ് നിന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതൊക്കെ കാണുന്നുണ്ട് കുഞ്ഞ്. നീ ഇന്ന് സങ്കടപ്പെട്ടതും ഇങ്ങനെ കുറേ ചിന്തകൾ തലക്കൂടെ ഓടി വന്ന് തലക്കിട്ട് 2 ഇടിയൊക്കെ ഇടിച്ചതൊക്കെ ഈശോ കാണുന്നുണ്ട്. ആൻഡ് ഹീ ഈസ് ലുക്കിംഗ് അറ്റ് യു. നിന്നെ സമാധാനപ്പെടുത്താൻ, നിനക്ക് ആശ്വാസം നൽകാൻ വേണ്ടി ഈശോ ഇവിടെ തന്നെയുണ്ട്. ജസ്റ്റ് ഗോ, ഈശോയുടെ അടുത്ത് പോയിരിക്കും. എല്ലാം ശാന്തമാവും. എല്ലാം ഈശോ ശാന്തമാക്കും. ശാന്തമാവുന്നവരെ അവിടുത്തെ സാന്നിധ്യം വിട്ടു പോകരുത്.